വീഡിയോയിലേക്ക് പോകുന്നതിനെക്കാട്ടി മുമ്പ് നമ്മുടെ ചാനൽ 296 സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. അപ്പം നിങ്ങളത് എങ്ങനെയെങ്കിലും 300 ആക്കി തരണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. എന്ത് രസാ വണ്ടി ഓടിക്കാൻ. വണ്ടിയുടെ ബ്രേക്ക്, വണ്ടിയുടെ ബ്രേക്ക്. എന്തോ ഒരു സൗണ്ട് കേട്ടോ, കുറെ നേരം സൗണ്ട് വന്നു, പട്ടാ ടുട്ടാ പട്ടാ എന്നൊക്കെ പറഞ്ഞ്. വെളി ആർക്കെങ്കിലും ആക്സിഡൻറ്റ്. എടാ എൻ്റെ വണ്ടി അങ്ങനെ ഇങ്ങനെ നടക്കുന്നേ. ഈ ബൈക്കുകാരൻ എൻ്റെ താര വണ്ടി നേരെയാക്കി ഇട്ടിട്ടുണ്ട്. ഇതാരാ? അയ്യോ എൻ്റെ പുതിയ വണ്ടി പൊട്ടി. ഹൗ ഈസ് ദിസ്? ഈ പെണ്ണുങ്ങളാണോ ഇത്? പെണ്ണ നീയാണോ എൻ്റെ വണ്ടി പൊട്ടിച്ചത്? അയ്യോ ചേട്ടാ പൊറുക്കണം, അറിയാതായി പോയേ ചേട്ടാ, അയ്യോ പൊറുക്കണം. അതൊക്കെ ഇരിക്കട്ടെ, താങ്കളെന്നാ തിരിഞ്ഞ് സംസാരിക്കുന്നത്? താങ്കൾ വലിയ KTM ഒക്കെ ഓടിച്ചോണ്ടല്ലേ വരുന്നത്? വലിയ വില കൂടിയ വണ്ടിയൊക്കെ ആണല്ലേ ഓടിക്കറിഞ്ഞാൽ അടുത്ത എന്താ? അയ്യോ എനിക്ക് അറിഞ്ഞൂടൊന്നും, ഞാൻ പാവാണേ. എന്തോ താങ്കളുടെ സൗണ്ട് മാറിയും. അയ്യോ എന്നെ പേടിക്കുമ്പോൾ എൻ്റെ സൗണ്ട് മാറും. ഇപ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എൻ്റെ വണ്ടിയിലോട്ട് ഇടിച്ച് കയറ്റി. ഇത് പുതിയ വണ്ടിയും കൂടെ, ഇന്നലെ എടുത്തേ ഉള്ളൂ ഈ വണ്ടി. താങ്കൾ ഈ വണ്ടി ശരിയാക്കി തരാൻ ഇവിടുന്ന് പോകത്തില്ല, അല്ല ഒരു പുതിയ വണ്ടി വാങ്ങിച്ചാൽ. അയ്യോ എൻ്റെ പൈസ ഒന്നും ഇല്ലേ. പൈസ ഇല്ലെന്ന് ഇവിടെ പറഞ്ഞല്ലേ, ഒന്നാമത് KTM ആക്കി ഓടിക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ മറ്റേ വില വരുന്ന വണ്ടി വഴി ഇടിച്ചിട്ട്. പൈസ തന്നേ മതിയോ, പൈസ തന്നേ മതിയോ? ഞാൻ കൊണ്ടുപോയി കേസ് എടുക്കും. നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. എൻ്റെ വീട്ടിലോട്ട് ഇടിച്ച് കയറ്റിയിട്ട് പറയുക ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന്. എന്നാൽ പോയി കേസ് കൊടുത്തിട്ട് പോലീസിനെ കൊണ്ടുപോവാ. അത്രയ്ക്കായില്ലേ? അല്ലേ വേണ്ട, ഞാൻ തന്നെ അങ്ങ് വിളിച്ച് പറഞ്ഞോളാം. ഹലോ സക്കത്ര ഭായി അല്ലേ? വേഗം ഇങ്ങോട്ട്. ഞാൻ എൻ്റെ ഒരു പോലീസ് ഓഫീസിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരും അയാൾ. അയാൾ ആരെയാന്ന് വെച്ചാൽ പേടി. അല്ല പിന്നെ മനുഷ്യന് ദേഷ്യം വരും. ഇപ്പം വരും അയാൾ. സക്കത്ര ഭായി, ഈ പെണ്ണ എൻ്റെ വണ്ടി, എൻ്റെ പുതിയതായിട്ട് ഇന്നലെ വാങ്ങിച്ച വണ്ടിയായത്. എത്ര വിലയാണെന്നറിയാമോ ഈ വണ്ടിക്ക്? എന്ത് വണ്ടിയുടെ പേര്? വണ്ടി ഭയങ്കര വില കൂടിയൊരു വണ്ടിയാണ്. ഞാൻ ഇന്നലെ വാങ്ങിച്ചേ ഈ വണ്ടി. എൻ്റെ പുതിയ വണ്ടി ഇത്. വണ്ടിയിൽ പുകയൊക്കെ വരുന്നുണ്ടോ? ഈ പെണ്ണുങ്ങൾ ഇടിച്ച് കയറ്റി. പിന്നെ ഈ എൻ്റെ ബൈക്ക്, അല്ല ഇതെൻ്റെ ബൈക്കല്ലല്ലേ, ഈ പെണ്ണിൻ്റെ ബൈക്ക് ഇവിടെ കിടക്കുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് ഇടിച്ച് കയറ്റാൻ പറ്റിയുള്ളൂ. പിന്നെ എൻ്റെ ബൈക്ക് ഇവിടെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എടുത്ത് നോക്കാൻ നേരത്തെ ഇവരെ കണ്ടേ. സക്കത്ര പോയി 4 വാക്ക് സംസാരിക്കും. ഇതായിരുന്നു അവിടെ ഈ പെണ്ണ്. ഒന്ന് വെള്ളക്കാടാ. ഇയാളെന്താ വെച്ചത്? എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് പെണ്ണെ നിന്നെ ഞാൻ അടിക്കും. കുറെ നേരം ഈ പെണ്ണ് തുടങ്ങിയിട്ട്. നിന്റെ വണ്ടി ഇടിച്ച് കയറ്റിയിടും പറയാ എന്നെ കുറ്റം പറയുന്നു. താനെ ഞാൻ കുറ്റം പറയും. നീ ആരാ? എൻ്റെ CCTV ക്യാമറ ഉണ്ട്. CCTV ക്യാമറ ഉണ്ടെങ്കിലേ അത് കോടതി കൊണ്ടുപോയി കാണിച്ചോട്. അത്രയ്ക്കാ? എന്നാൽ പിന്നെ കാണിച്ചിട്ടേ ഉള്ളൂ. സക്കത്ര പോയി ഞാൻ CCTV ഫുട്ടേജ് കാണിച്ചു തരാം. എൻ്റെ ഫോണിലുണ്ട്, കാണിച്ചു തരാം. കണ്ടോ സക്കത്ര പോയി? കണ്ടോ? ആടാ നീ പറയുന്നതെല്ലാം ശരിയാണല്ലോ. നീ പറയുന്നതെല്ലാം ശരിയോ? അല്ല പിന്നെ എന്താ ഈ പെണ്ണ എന്ത് താൻ പറയുന്നത്? എന്തൊക്കെ ആക്കുന്നു? അതെൻ്റെ ഇഷ്ടം. താരാ ചോദിക്കാൻ? ഞാനാരാന്ന് എനിക്ക് നിനക്കറിയണോ? ഞാനാണ് ഫ്രാങ്ക്ലിൻ മാരി. എന്നാ പിന്നില്ലേ എൻ്റെ അടുത്ത് പറയുന്നത് എന്തിനാത്? താൻ ചോദിച്ചിട്ടാ ഞാൻ പറയുന്നത്. താങ്കൾ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. എന്തോ എൻ്റെ വീട്ടിൽ ഇടിച്ച് കയറ്റിയിട്ട് താൻ പുറത്താനോ പറയുന്നത്? അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാൻ. മര്യാദയ്ക്ക് എനിക്ക് പുതിയ വണ്ടി വാങ്ങിച്ചു തന്നു. ഈ വണ്ടി പുകയൊക്കെ വരുന്നുണ്ടോ? എന്നെ താങ്കളുടെ വണ്ടി ഞാൻ ശരിയാക്കി തരുത്തുമില്ല. എനിക്ക് പുതിയ വണ്ടി വാങ്ങിച്ചു തന്നു. സക്കത്ര പോയി എന്തോ കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. സക്കത്രനെ വിളിച്ചെന്തിനാ ഞാൻ? അയ്യോ സോറി എടാ, ഞാനിപ്പോൾ നോക്കാം. ഇനി പെണ്ണെ മര്യാദയ്ക്ക് അവന് ആ വണ്ടി വാങ്ങിച്ചു കൊടുത്തോ? ഞാൻ വണ്ടി വാങ്ങിച്ചു തരാം, പ്രശ്നം കഴിഞ്ഞ്. അത്രേ ഉള്ളൂ, പ്രശ്നം കഴിഞ്ഞു. വാങ്ങിച്ചതാ? ഇപ്പം തന്നെ വാങ്ങിച്ചു തരാം. ഗേസ്, ഈ പെണ്ണ് പറയുന്നത് നമ്മുടെ എന്തൊക്കെയോ ഇതൊക്കെ നശിപ്പിച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഗേസ്. ഇനി നമുക്ക് ആ പെണ്ണ് തന്നെ വണ്ടി വാങ്ങിച്ചു തരും എന്നൊക്കെയാണ് വണ്ടി പറയുന്നത്. നോക്കാം.
ഗേൾസ് അങ്ങനെ ആ പെണ്ണ് നമുക്ക് ആ വണ്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആ പെണ്ണ് നമുക്ക് നല്ല വണ്ടി വാങ്ങിച്ചു തന്നെ. ആ പെണ്ണൊക്കെ അങ്ങ് പോയി. ഈ വണ്ടിയിൽ നല്ല ലൈറ്റൊക്കെ കത്തും. ലൈറ്റ് കത്തുന്നൊന്നും അവൾ ചെയ്തതല്ല, ഇത് ഞാൻ ചെയ്ത ഈ വണ്ടി. ആ പെണ്ണ് ആ വണ്ടി ഇതെല്ലാം ഇടിച്ചിട്ട്. സെൻമോ എന്നാണ് വണ്ടിയുടെ പേര്. ഗേസ് ഇത് പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടിയാണ് ഗേസ്. അത് കാരണം എനിക്ക് അത്രയും ഞാൻ ചൂടാവേണ്ടി വന്നു. ആ പെണ്ണും പിന്നെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നു. അല്ല പിന്നെ നമുക്കിപ്പം വെറുതെ പണിയൊന്നുമില്ല. സക്കത്ര ബായി കൂട്ടി നിന്നായിരുന്നു. സക്കത്ര ബായിക്ക് ഞാൻ പൈസയൊക്കെ അയച്ചെടുത്ത് കൂട്ടി നിന്നേനെ. പോലീസും കൂടെ സക്കത്ര ബായി. അപ്പം ഗൈസ് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇവിടെ നിൽക്കാം. ഞാൻ പുതിയതായിട്ടൊരു വണ്ടിയും വാങ്ങിച്ചു ഗൈസ്. ഞാനും ഒരു ഇത് വാങ്ങിച്ചതാണ്, ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ. വെറൈറ്റി ഫോർച്യൂണർ അല്ലേ, എനിക്ക് എൻ്റെ ലുക്ക് അങ്ങ് ഇഷ്ടമാണ്. ഈ വണ്ടിയുടെ ലൈറ്റ് ഒരിക്കലും തീരത്തില്ല. നമ്മുടെ ബൈക്ക് ഇത് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ബൈക്കൊക്കെ പിന്നെ പൊളിയാണ്. നമ്മുടെ വണ്ടി പിന്നെ സീനല്ലേ. എല്ലാം നമ്മൾ വാങ്ങിച്ചേക്കുന്ന സീന. നമ്മുടെ വണ്ടി എല്ലാം ആപ്പ് വെച്ച് വണ്ടി എല്ലാം സീനാണ്. അപ്പോൾ ഗേസ് ആ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ പേര് ഇനി ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇങ്ങനത്തെ വെറൈറ്റി പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും എനിവേ ഞാൻ പോന്നു. ബൈ.